അങ്ങനെ എനിക്കൊരു സൂപ്പർ സ്റ്റാർ ആവാൻ താല്പര്യം. നമ്മളിതിൽ അഭിനയിക്കുന്നവരെല്ലാവരും മുകളിലെത്താൻ തന്നെയല്ലേ അഭിനയിക്കുന്നത്. അവരെല്ലാം അറ്റാക്ക് ചെയ്തു മാധവിനെ. അതിന്റെ റീസൺ എന്താണ്? ഇനി അത് പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ എന്ത് മാധവനാണ് ചെയ്യാറ്? അതിൽ ഇപ്പോൾ പറഞ്ഞു തുടങ്ങാനാണ് എൻ്റെ അഭിനയമായിരിക്കും. ഞാൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു ഹിറ്റ് സിനിമ ഡെലിവർ ചെയ്തിട്ടില്ല. മേ ബി ഐ എം ജസ്റ്റ് ലേണിങ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുവരെ ഞാൻ ഒരിടത്തും പോയിട്ട് ഞാൻ വലിയൊരു ആക്ടറാണെന്നോ, പ്രേക്ഷകനാണ് ഏതൊരു ആക്ടറിനെയും സൂപ്പർ സ്റ്റാർ ആക്കുന്നതെന്ന് പറയുന്നൊരു സത്യമാണ്. ആ പ്രേക്ഷകൻ കണ്ടിഷ്ടപ്പെട്ട് തീരുമാനിക്കുന്ന ആളാണ് വളർന്നൊരു സൂപ്പർ സ്റ്റാർ ആവുന്നത്. ആളുടെ പെർഫോമൻസ് നല്ലതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ എന്തെങ്കിലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയാൽ, അതൊന്ന് പ്രേക്ഷകൻ തിരിച്ചറിഞ്ഞാൽ, അങ്ങനെ എനിക്കൊരു സൂപ്പർ സ്റ്റാർ ആവാൻ താല്പര്യം. നമ്മളിതിൽ അഭിനയിക്കുന്നവരെല്ലാവരും മുകളിലെത്താൻ തന്നെയല്ലേ അഭിനയിക്കുന്നത്. ആ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ വഴിയാണ് ആ വഴി, ഞാൻ തെളിയിക്കാൻ നോക്കാമെന്ന് പറഞ്ഞതിന് വരെ എന്നെ പ്രേക്ഷകൻ സൂപ്പർ സ്റ്റാർ ആക്കണം എന്ന് ഞാൻ ആക്ഷേപിച്ച പോലെയാണ് പല ചാനൽസും അതിനെപ്പറ്റി ഇട്ടിട്ടുള്ളത്. ദാറ്റ്സ് ഓക്കെ. അഗൈൻ മാനിപ്പുലേഷൻ, ബട്ട് ദാറ്റ്സ് ഓക്കെ. അതൊരു കാരണമാവാം. അഗൈൻ BJPക്കെതിരെ ഉള്ള ഒരു ജനറൽ കേരളയിലുള്ള ഒരു ഡിസ്ലൈക്ക്. എനിക്കൊരു അഭിപ്രായമില്ല അതിനെപ്പറ്റി. എന്തായാലും ആയിക്കോട്ടെ. അതിൻ്റെ പുറകിൽ എൻ്റെ അച്ഛനൊരു BJP മിനിസ്റ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പുറകെ വരുന്ന ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ടാർഗറ്റിംഗ് ആയിരിക്കാം. ചേട്ടൻ എന്നെക്കാളും നന്നായിട്ട് അഭിനയിക്കുന്നതുകൊണ്ടായിരിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. ഐ എം ലേണിങ്. എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമയിലോ സെക്കൻഡ് സിനിമയിലോ തേർഡ് സിനിമയിലോ വന്നൊരു വലിയ കിടിലൻ പെർഫോമൻസ് ഡെലിവറി ഉള്ള ഒരു അത്രയും നല്ല ആക്ടറൊന്നും അല്ല ഞാൻ പഠിച്ചു വരിക. എന്നിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് വിശ്വസിക്കുന്ന, അങ്ങനെ ഹീറോ ക്യാരക്ടർ ഒന്നും ഇല്ല ചേട്ടാ. നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത്. സോ ഐ എം ജസ്റ്റ് ലുക്കിംഗ് ടു വർക്ക് ഇൻ ഗുഡ് പ്രോജക്ട്സ്. ഐ എം ലുക്കിംഗ് ടു ലേൺ ആസ് എൻ ആക്ടർ. നമുക്ക് ചെയ്തല്ലേ പഠിക്കാൻ പറ്റും. ഈ പണി ഏതൊരു കോച്ചിങ് ക്ലാസ്സിന് പോയാലും ചുമ്മാ ഇൻഫർമേഷൻ വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖല അല്ല ഇത്. എനിക്ക് അതേപോലെ അവസരം കിട്ടുമെന്ന് എൻ്റെ നല്ലതിന് വേണ്ടി ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കും. ഞാൻ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുന്ന ഒരാളാണ്. സോ എന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ ഒന്ന് അനുവദിക്കണം. ഇതുവരെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഏതൊരു ടീമിൻ്റെ അടുത്തും ചോദിച്ചാൽ എൻ്റെ പെർഫോമൻസിനെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. എൻ്റെ കമ്മിറ്റ്മെൻറ്റിനെ ഒരിക്കലും അവർക്ക് പറയാൻ പറ്റത്തില്ല. വൺസ് ഐ ഇൻ, ഐ എം 100% in and I work till the end. അത് കണ്ടായിരിക്കും എനിക്കിപ്പോൾ ഒരു 3ാമത്തെ സിനിമ പോലും കിട്ടിയത്. അതേപോലെ ഒരു 4ാമത്തെ സിനിമ കിട്ടണമെന്നും എനിക്ക് ആഗ്രഹിച്ചുകൂടെ. എൻ്റെ കരിയർ നന്നാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഞാൻ പരിശ്രമിക്കുമോ ഒരു ആക്ടറായിട്ട് ബെറ്റർ ആവാനും. അഗൈൻ ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്, മീഡിയയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊളിറ്റിക്കലി എൻ്റെ ചോദ്യം ചോദിക്കരുത്, എനിക്ക് വെറുതെ തെറിയേക്കും. പക്ഷേ ഞാനിപ്പോൾ ന്യൂട്രലായിട്ടാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എൻ്റെ സത്യസന്ധമായ അഭിപ്രായമാണ്. ഐ ആം ന്യൂട്രൽ. പക്ഷേ എനിക്ക് ന്യൂട്രലായിട്ട് പറയുന്നത് പോലും അതിനെയും തെറി വിളിക്കാൻ ആൾക്കാരുണ്ട്. ഈ ആൾക്കാർ എനിക്ക് ഒരു ജനറൽ, നമ്മുടെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണ് ഞാൻ ഹെയ്റ്റ് ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞത്. ഒരു ന്യൂട്രലി പറയുന്ന അഭിപ്രായത്തിനെ വളച്ചൊടിക്കാൻ പറ്റണമെങ്കിൽ അത് ഹെയ്റ്റ് ക്യാമ്പയിനിങ് തന്നെയാണ്. അതെനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ തെളിവോടെ കുറേ കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്കും നമുക്കൊരു മനുഷ്യനെന്ന നിലയിൽ പിന്നെ ഇഗ്നോർ ചെയ്യാൻ പറ്റൂല. അത്രേ ഉള്ളൂ. അച്ഛനും ചേട്ടനും കണ്ടിട്ടില്ല. ചേട്ടൻ ഷൂട്ടിലായിരുന്നു, അച്ഛൻ ഡൽഹിയിലായിരുന്നു. അമ്മയും ചേച്ചിമാരും പോയി കണ്ടു. അമ്മമ്മ കണ്ടു, അമ്മാവൻ. അവർക്ക് അത്യാവശ്യം ഒരു ഇറ്റ്സ് എ ഗുഡ് എന്നുള്ള അഭിപ്രായമായിരുന്നു. അവരും അഗൈൻ 10 out of 10 സിനിമ ഒന്നതിൽ പറയാം. നമ്മളത് പറയുന്നില്ല. നമ്മളൊരു നല്ല സിനിമ ഇറക്കി എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അവരും അത്രയും തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ ആരും നമ്മുടെ ഉള്ള വർക്കിനെ എക്സാജറേറ്റും ചെയ്യുന്നില്ല. പക്ഷേ അനാവശ്യം ഒരു താത്തി കാണിക്കാനും നമ്മൾ സമ്മതിക്കത്തില്ല. ബിക്കോസ് വി നോ ദ വർക്ക് വി ഹവ് ഡൺ. അപ്പോൾ എന്താ പറയുക ചേട്ടാ, ഞാനിപ്പോൾ സിനിമയ്ക്കുള്ളിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഒരു ലോ ബഡ്ജറ്റ് എന്താണ്, മിഡ് ലെവൽ ബഡ്ജറ്റ് എന്താണ്, ഹൈ ലെവൽ ബഡ്ജറ്റ് എന്താണെന്ന്. നമ്മുടെ സിനിമ ഏത് ലെവലിലായിരുന്നു എന്ന്, ഷൂട്ട് ചെയ്ത് നമ്മുടെ റീസോഴ്സസ് എത്രയായിരുന്നു. അയ്യൻ പ്രൊഡ്യൂസറിൻ്റെ അധ്വാനിച്ച കാശ് തന്നെയാണ്. പക്ഷേ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ എത്രത്തോളം നമുക്ക് ആ കാശ് യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് സിനിമ ഇൻഡസ്ട്രിക്കുള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കറിയാം. അപ്പം നമ്മൾ എത്രത്തോളം ലിമിറ്റഡ് റീസോഴ്സസ് ആയിട്ടാണ് ഈ സിനിമയിൽ ഷൂട്ട് ചെയ്തതെന്നും ഇതുവരെ എത്തിച്ചതെന്നും സിനിമയ്ക്കുള്ളിൽ ഒരാൾക്ക് അറിയാൻ പറ്റും. പ്രേക്ഷകനെ സത്യം പറഞ്ഞാൽ അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ അതേ പ്രേക്ഷകന് നമ്മളൊരു പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആക്ഷൻ ത്രില്ലറിൻ്റെ സസ്പെൻസ് വിട്ടാൽ പിന്നെ എന്താ അതിലർത്ഥമുള്ളത്? അങ്ങനെ വരെ ഇത് വരുമ്പോഴത്തേക്കും ആ പ്രേക്ഷകനെ നമുക്ക് വീണ്ടും ഇതേ സാധനം കൊടുത്ത് ചതിക്കാൻ പറ്റൂല. നമ്മളായിട്ടൊന്നും ചെയ്തതല്ല. പക്ഷേ ഒരു റിവ്യൂവറോ ഒരു വ്ളോഗറോ കാരണം ഇപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ പ്രൊഡ്യൂസറിൻ്റെ കാശിട്ട് വീണ്ടും സിനിമയിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരിക. അത് അദ്ദേഹത്തിനോട് ചെയ്യുന്ന തെറ്റല്ലേ?
അദ്ദേഹം ഒരു മനുഷ്യനല്ലേ, ഹി ഹാസ് ഹിസ് ബേസിക് റൈറ്റ്സ്. അദ്ദേഹത്തിൻ്റെ പ്രൊപ്രൈറ്ററി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ല സിനിമ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി പറയാൻ പാടില്ലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. കോപ്പിറൈറ്റ് ഇഷ്യൂസ് പോലത്തെ രീതിയിലാണ്. എനിക്ക് അതിൻ്റെ എക്സാക്ട് ലീഗൽ ടേം പറയത്തില്ല. അദ്ദേഹം ഒരു ലോയറാണ്, സോ ഹീൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ആ എല്ലാ ബുദ്ധിമുട്ടിലൂടെയും പോകാൻ നമ്മൾ തയ്യാറാണ്. ആസ് ലോങ് എസ് വി നോ ദിസ് ടൈം വി വിൽ ഗെറ്റ് എ ഫെയർ ഷോട്ട്. നമ്മൾ അത്രേ ചോദിക്കുന്നുള്ളൂ, വൺ ഫെയർ ചാൻസ്. ഈ തിയേറ്റർ ഇഷ്യൂസ് വോട്ടെവർ നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേഗ്ലി വി ടച്ച്ഡ് എവറി പോയിന്റ്. ഇങ്ങനെ ഇഷ്യൂസ് ഇല്ലാതെ സാധാരണ ഒരു സിനിമ ഇറങ്ങിപ്പോകുന്ന പോലെ പ്ലാറ്റ്ഫോമേ നമ്മളും ചോദിക്കുന്നുള്ളൂ. സോ